हरे कृष्णा हरे प्रणाम। कृष्णा प्रणाम। हरे कृष्णा। श्री श्री निताय सच्चिदानंद की जय, पंचतत्व की जय, गौरांग भक्तवृंद की जय, श्रील कृष्णदास कविराज गोस्वामी पाद की जय, गुरु परंपरा की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, गौर प्रेमानंदे हरि हरि बोल। जय जय श्री चैतन्य जय नित्यानंद, जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्त वृंद, जय द्वैत चंद्र जय गौर भक्त वृंद, जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्त वृंद। Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Hare Rama, Rama Rama, Hare Hare. Gora 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 Hare, Gora 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 Hare. Jai Satchinandana Gora Hare, Jai Satchinandana Gora Hare, Jai Gora Nitai, Gora Nitai. Gauranitai Jaya Gauranitai Jaya Panjatattva 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 Jaya Gaura Bhaktavrinda Jaya Jaya Prabhupada 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 Jaya Jaya Prabhupada Jaya Jaya Gurudev 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 Jaya Jaya Gurudev Nitai Gaura Hari Bol Hari Bol Hari Bol Nitai Gaura Hari Bol. Hare Krishna. ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरून् श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललितान् श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिंधु दीनबंधु जगतपते गोपेश गोपिका कांद राधा कांद नमोस्तुते। तप्तकांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरि प्रिये। वाञ्छाकल्पतरूपस्य कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण. എല്ലാ ഭക്തരുടെയും പാദങ്ങൾ എൻ്റെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ. എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. എല്ലാവരുടെയും അനുഗ്രാശിസുകൾ എനിക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ശരിയായ വാക്കുകൾ ശരിയായ സമയത്ത് ശരിയായ ഭാവത്തിൽ എനിക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നെ എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കണം. ഹരേ കൃഷ്ണ. ഓക്കെ. സോ ഹരേ കൃഷ്ണ. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ മാതാജി? കുഴപ്പമൊന്നുമില്ലോ? അതോ ശബ്ദം കൂട്ടണോ കുറയ്ക്കണോ എന്താ വേണ്ടേ? വെൽക്കം പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. സോ നമ്മൾ ഇന്ന് ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 17 ശ്ലോകം
115 മുതൽ 120 വരെ നമുക്ക് വായിക്കാം. ഇപ്പോ ചൈതന്യ ചരിതാമൃതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചൈതന്യ ചരിതാമൃതം ആക്ച്വലി എഴുതിയത് ശ്രീല കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയാണ്. അദ്ദേഹം എഴുതാനുണ്ടായ ഒരു കാരണം അദ്ദേഹത്തിന്റെ ഒരു കൃതി, അദ്ദേഹം എഴുതിയ ഒരു കീർത്തനം ജീവഗോസ്വാമി വായിക്കാനിടയാവും. അദ്ദേഹം വായിച്ചപ്പോൾ ജീവഗോസ്വാമിക്ക് മനസ്സിലാവും കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിക്ക് നല്ല കഴിവുള്ള, അതായത് നല്ല ഒരു സ്കോളർലി പേഴ്സൺ ആണ്, അതായത് നല്ല സംസ്കൃതത്തിൽ നല്ല ജ്ഞാനവും ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ഭക്തനുമാണെന്ന് ജീവഗോസ്വാമി തിരിച്ചറിയും. അപ്പോ ജീവഗോസ്വാമി കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയോട് പറയും. കാരണം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എന്നും രാധാകുണ്ഡത്തിന്റെ തീരത്തിരുന്ന് രഘുനാഥാസ ഗോസ്വാമിയുടെ കയ്യിൽ നിന്ന് ചൈതന്യ ചരിതാമൃതം എന്നും ക്ലാസ് കേട്ടിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി അല്ലേ ചൈതന്യ ചരിതാമൃതം എഴുതിയെന്ന്. ആക്ച്വലി രഘുനാഥാസ ഗോസ്വാമിയുടെ കയ്യിലുണ്ടായിരുന്നത് മഹാപ്രഭുവിന്റെ സെക്രട്ടറി ആയിരുന്ന സ്വരൂപ് ദാമോദർ ഗോസ്വാമി എന്നും ഡയറി എഴുതിയിരുന്നു. അതായത് മഹാപ്രഭു നിത്യവും ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം ഒരു ഡയറിയിൽ കുറിച്ചു വച്ചിരുന്നു. ആ ഡയറി സ്വരൂപ് ദാമോദർ ഗോസ്വാമി രഘുനാഥാസ ഗോസ്വാമിക്കാണ് കൈമാറിയത്. പിന്നീട് രഘുനാഥാസ ഗോസ്വാമി വൃന്ദാവനത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭജൻ കുടീർ രാധാകുണ്ടിന്റെ തീരത്തിരുന്ന് അദ്ദേഹം എന്നും ഭാഗവതവും അതുപോലെ ചൈതന്യ ചരിതാമൃതവും, അതായത് മഹാപ്രഭുവിന്റെ ലീലകൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ അത് കേട്ടിട്ടാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയോട് ചൈതന്യ ചരിതാമൃതത്തെ എഴുതാൻ ആയിട്ട് ജീവഗോസ്വാമി പറയുന്നത്. അപ്പോ അത് പറയുമ്പോ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിക്ക് ഏകദേശം 90 വയസ്സിന് മേലെയായി. അപ്പൊ അദ്ദേഹം ജീവഗോസ്വാമിയോട് പറയും, എനിക്ക് ഇനി എത്ര കാലം ആയുസുണ്ടെന്ന് എനിക്കറിയില്ല, പിന്നെ ഞാൻ എങ്ങനെയാ ഇത്രയും വലിയ, അതും ഒരു മഹാപ്രഭുവിന്റെ ചരിത്രത്തെ പറ്റി ഞാൻ എങ്ങനെ എഴുതാ, ഞാൻ അത്രയ്ക്കും യോഗ്യനല്ല എന്ന് ജീവഗോസ്വാമിയോട് പറയും. അപ്പൊ ജീവഗോസ്വാമി പറയും, ഇല്ല, അങ്ങ് എന്തായാലും എഴുതണമെന്ന് നിർബന്ധം പറയും. അപ്പൊ അങ്ങനെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിക്ക് ആകെ ഒരു വിഷമാവും. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ അദ്ദേഹം രാധാ മദൻ മോഹൻ മന്ദിറിൽ പോയിട്ട് അവിടെ രാധാ മദൻ മോഹന്റെ മുമ്പില് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ രാധാ മദൻ മോഹന്റെ കഴുത്തിലുള്ള ഒരു മാല താഴേക്ക് വീഴുകയും പൂജാരിയോട് അതായത് പൂജാരിയുടെ ഉള്ളില് മദൻ മോഹൻ പറഞ്ഞു കൊടുക്കാണ്, ഈ മാല കവിരാജ ഗോസ്വാമിക്ക് കൊടുക്കണം, അത് മാത്രല്ല അദ്ദേഹത്തിനോട് പറയണം ചൈതന്യ ചരിതാമൃതം എന്തായാലും എഴുതണം, അദ്ദേഹത്തോട് പറയണം രാധാ മദൻ മോഹൻ, അതായത് ഞാൻ എഴുതിക്കൊള്ളാം എന്ന് രാധാ മദൻ മോഹൻ പറയാണ് പൂജാരിയോട്. അതങ്ങനെ പറയണം, ഞാൻ എഴുതിക്കൊള്ളാം, അങ്ങ് ഒരു ഉപകരണം മാത്രമായാൽ മതി എന്നാണ് രാധാ മദൻ മോഹൻ പറയുന്നത്. അപ്പൊ അങ്ങനെ അത് പൂജാരി നേരെ ആ മാല കവിരാജ ഗോസ്വാമിക്ക് കൊടുക്കുകയും ഭഗവാന്റെ അരുളിപ്പാട് എന്താണെന്ന് ഗോസ്വാമി പാദനെ അറിയിക്കുകയും ചെയ്തു. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിക്ക് ഭയങ്കര സന്തോഷവും. അങ്ങനെ ആ സന്തോഷത്തില് അങ്ങനെയാണ് കവിരാജ ഗോസ്വാമി ചൈതന്യ ചരിതാമൃതം എഴുതാനായിട്ട് ആരംഭിക്കുന്നത്. ഇപ്പോ കവിരാജ ഗോസ്വാമി ചൈതന്യ ചരിതാമൃതം എഴുതുന്നത് ഏകദേശം ചൈതന്യ മഹാപ്രഭു ഇവിടുത്തെ ഇഹലോക ലീലകളെല്ലാം അവസാനിപ്പിച്ച് പോയതിനു ശേഷമാണ് അദ്ദേഹം ചൈതന്യ ചരിതാമൃതം എഴുതാൻ ആരംഭിക്കുന്നത്. അപ്പോ ഏകദേശം ഒരു 500 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. ഇപ്പോ നമ്മളിപ്പോ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ആചാര്യന്മാര് അതിന് തൻ്റെതായ പരിഭാഷകൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ വൈഷ്ണവ സമ്പ്രദായത്തിൽ തന്നെ ഭാഗവതത്തിന് നമ്മുടെ ശ്രീധര സ്വാമി എഴുതിയിട്ടുണ്ട്, ജീവഗോസ്വാമി ശ്രീധരസ്വാമിയുടെ ഭാവാർത്ഥ ദീപികയുണ്ട്, ജീവഗോസ്വാമിയുടെ ഷഡ് സന്ദർഭാസ് ഉണ്ട്, പിന്നെ സനാതന ഗോസ്വാമി എഴുതിയിട്ടുണ്ട് ബൃഹത് വൈഷ്ണവ തോഷ്ണി ദശമസ്കന്ധത്തിനെ ആസ്പദമാക്കിയിട്ട്. പിന്നീട് വിശ്വനാഥ ചക്രവർത്തി താക്കൂർ എഴുതിയിട്ടുണ്ട് സാരാർത്ഥ ദർശിനി എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ഗൗഡി വൈഷ്ണവ സമ്പ്രദായത്തിൽ തന്നെ വലിയൊരു ആചാര്യൻ ശ്രീനാഥ് ചക്രവർത്തി ടാക്കൂർ, അദ്ദേഹം എഴുതിയിട്ടുണ്ട് ചൈതന്യ മത മഞ്ജുഷ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് പരിഭാഷകൾ ഭാഗവതത്തിനും ഭഗവത്ഗീതയ്ക്കും എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ ചൈതന്യ ചരിതാമൃതത്തിന് അങ്ങനെ അധികം
പരിഭാഷകളാരും എഴുതിയിട്ടില്ല. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കമന്ററി, രണ്ട് കമന്ററികൾ നമ്മുടെ ഭക്തി വിനോദ് ഠാക്കൂറിന്റെ അമൃത പ്രവാഹ ഭാഷ്യവും പിന്നീട് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ അനുഭാഷ്യ എന്ന് പറഞ്ഞുള്ള പരിഭാഷകളാണ് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് എക്സ്ട്രാ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് ആസ്പദമാക്കിയിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതും ഇതിനെല്ലാം ആസ്പദമാക്കിയിട്ടായിരിക്കും. ഇപ്പോ ചൈതന്യ ചരിതാമൃതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ചൈതന്യ ചരിതാമൃതം ചെയ്യാതെ നമ്മൾ എങ്ങനെയാ ചൈതന്യ ചരിതാമൃതം വായിക്കുക, അതിന്റെ മഹത്വം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ട് വേണം കടക്കാനായിട്ട്. ഇപ്പോ ചൈതന്യ ചരിതാമൃതം ആക്ച്വലി എന്താ പറയാ, ഭയങ്കര ഹരേ കൃഷ്ണ, മൈക്ക് മ്യൂട്ട് ചെയ്യാമോ? ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ, താങ്ക് യു. ഇപ്പോ ചൈതന്യ ചരിതാമൃതം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, എന്താ പറയാ, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അല്ലെ, നമുക്ക് ഭഗവാന്റെ ചരിതങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ എല്ലാ ഗ്രന്ഥങ്ങളിലും വെച്ചും ഒരു ക്രഷ് ജുവലാണ് ചൈതന്യ ചരിതാമൃതം. അതായത് എല്ലാ ശാസ്ത്രങ്ങളുടെയും ഒരു കിരീടത്തിൽ മേലിരിക്കുന്ന ഒരു എന്താ പറയാ കോഹിനൂർ രത്നം പോലെ അത്രയും എന്താ പറയാ അത്രയും ശ്രേഷ്ഠമാണ് ചൈതന്യ ചരിതാമൃതം. ഇപ്പോ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹം ഒരിക്കല് ഡാർജിലിംഗിൽ വെച്ചിട്ട് ലാഹോർ യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിന്റെ ചെയർമാൻ ആയിരുന്ന സർവശ്രീ സർവേന്ദ്ര നാരായൺ റായ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു പണ്ഡിതനെ അദ്ദേഹം അവിടെ വെച്ച് മീറ്റ് ചെയ്യും. അപ്പോൾ അദ്ദേഹം ഒരുപാട് ശാസ്ത്രജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെ സിദ്ധാന്ത് ഠാക്കൂർ അദ്ദേഹമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കും, നിങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ഏത് ഗ്രന്ഥത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും മൂല്യം കൊടുക്കുന്നത് ഏത് ഗ്രന്ഥത്തിനാണെന്ന് ചോദിക്കും. അദ്ദേഹം പറയും, ആലോചിച്ചിട്ട് പറയും, ഞാൻ ഭഗവത്ഗീതയ്ക്കാണ് കൊടുക്കുന്നത് പറയും. അപ്പൊ സിദ്ധാന്ത് ഠാക്കൂർ ചോദിക്കും, എന്തുകൊണ്ടാണ് ഭഗവത്ഗീതയ്ക്ക് കൊടുക്കുന്നത്? അപ്പൊ അദ്ദേഹം പറയും, നമ്മുടെ ശങ്കരാചാര്യയുടെ ഗീതാ ഭാഷ്യത്തിൽ പറഞ്ഞ പോലെ ഏകോ ശാസ്ത്ര ദേവകി പുത്രഗീത ഏകോ ദേവോ ദേവകി പുത്രേവ ഏകോ നാമ തസ്യ നാമാനിയാനി. അപ്പൊ അത് പറഞ്ഞിട്ട് പറയും, ഒരേ ഒരു ശാസ്ത്രമാണോ അത്, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ ഭഗവാന്റെ തിരുവായ്മൊഴിയാണ് ഭഗവത്ഗീത. അപ്പോ അതിനല്ലേ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം. അപ്പൊ സിദ്ധാന്ത ഠാക്കൂർ അത് കേട്ടിട്ട് ചിരിക്കും. നമ്മുടെ ചൈതന്യ മഹാപ്രഭുവും രാമാനന്ദ റായ് ആയിട്ടുള്ള സംവാദത്തില് രാമാനന്ദ റായിയോട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മഹാപ്രഭു പറയും, കുറച്ചും കൂടി ഒന്നുകൂടി ഒരു പടി ഉയർന്നത്, ആറ് കഹോറായി, ആറ് കഹോറായി. അങ്ങനെ പറഞ്ഞു 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 ഒരുപാട് ഏതാണ് ഏറ്റവും ഉയർന്ന ഭക്തിയുടെ തല എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതുപോലെ ശ്രീനാഥ് ഠാക്കൂർ ചോദിക്കും, ഇനിയും കുറച്ചും കൂടി ഉയർന്നത് നിങ്ങൾക്ക് പറയാം, ഒന്നുകൂടി ആലോചിക്കൂ എന്ന് പറയും. അപ്പൊ അങ്ങനെ അദ്ദേഹം ആലോചിച്ചിട്ട് പറയും, യെസ്, ശ്രീമദ് ഭാഗവതമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയും. അപ്പൊ എനിക്ക് എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? കാരണം ശ്രീമദ് ഭാഗവതം അഷ്ടാദശ പുരാണങ്ങളിൽ ഒന്നാണ്, 18 പുരാണങ്ങളിൽ ഒന്നാണ്. പക്ഷെ എന്നിരുന്നാലും പല പുരാണങ്ങളും ഭാഗവത പുരാണത്തിനെ കീർത്തിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പത്മപുരാണത്തില് ഉത്തരകാണ്ഡത്തില് 193 മുതൽ 196 വരെയോ 6 അധ്യായങ്ങള് ഭാഗവതത്തിന്റെ മഹാത്മ്യം പറയുന്നുണ്ട്. 7 അധ്യായങ്ങളിലായിട്ടാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം പറയുന്നത്. ഇപ്പോ മറ്റു പുരാണങ്ങൾ അതുപോലെ സ്കന്ദ പുരാണം ആയാലും ശരി, നരസിംഹ പുരാണം ആയാലും ശരി, അങ്ങനെ പല പുരാണങ്ങളും ഭാഗവതത്തിനെ പ്രകീർത്തിക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് ഭാഗവതമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയും. എപ്പോഴും സിദ്ധാന്ത ഠാക്കൂർ ചിരിക്കും. സിദ്ധാന്ത ഠാക്കൂർ പറയും, എപ്പോഴെങ്കിലും എനിക്ക് എന്താ പറയാ ഈ ലോകം മുഴുവൻ പ്രളയത്തിലാവുമ്പോ അല്ലെങ്കിൽ ഇവരെല്ലാം വെള്ളം കയറുന്ന അറിയുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ആ അവസ്ഥയില് എനിക്ക് എന്റെ കൂടെ ഒരു ഗ്രന്ഥം മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നത് ചൈതന്യ ചരിതാമൃതമായിരിക്കുന്നതാണ് സിദ്ധാന്ത ഠാക്കൂർ പറഞ്ഞത്. അതായത് ഭഗവത്ഗീതയോ ഭാഗവതവും ഞാൻ ചിലപ്പോ കളഞ്ഞു തരും, പക്ഷെ ഒരിക്കലും ചൈതന്യ ചരിതാമൃതം ഞാൻ
കളയില്ല എന്നാണ്. കാരണം ചൈതന്യ ചരിതാമൃതം എല്ലാ ശാസ്ത്രങ്ങളുടെയും എസൻസ് ആണ്. കാരണം ചൈതന്യ ചരിതാമൃതത്തിൽ കവിരാജ ഗോസ്വാമി എങ്ങനെ എഴുതിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരുപാട് റെഫറൻസുകൾ എടുത്തിട്ടുണ്ട്. ഏകദേശം 1000-നും മേലെ ശ്ലോകങ്ങൾ പല പുരാണങ്ങളിലും ഭഗവത്ഗീതയിൽ നിന്നും ഭാഗവതത്തിൽ നിന്നും എല്ലാം എടുത്ത് ചൈതന്യ ചരിതാമൃതത്തിൽ റെഫർ ചെയ്തിട്ടുണ്ട്. കൂടാതെ മഹാപ്രഭുവിന്റെ ലീലകളെയും അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചൈതന്യ ചരിതാമൃതം ടോപ്പ് മോസ്റ്റ് ഗ്രന്ഥം എന്നാണ് സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞിരിക്കുന്നത്. കാരണം അത് മാത്രമല്ല, സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ചൈതന്യ ചരിതാമൃതവും ചൈതന്യ ഭാഗവതവും 108 തവണ കവർ ടു കവർ വായിച്ചിട്ടുണ്ട്. 108 തവണ വായിച്ചിരിക്കണം, ആലോചിച്ച് വെക്കണം. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും എന്താ പറയാ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഷ്ടപ്പെടുക അല്ലേ. പക്ഷെ സിദ്ധാന്ത ഠാക്കൂർ 108 പ്രാവശ്യമാണ് ചൈതന്യ ചരിതാമൃതവും ചൈതന്യ ഭാഗവതവും വായിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത്രയും ശ്രേഷ്ഠമാണ് ഈ ചൈതന്യ ചരിതാമൃതം എന്നുള്ള, അല്ലെങ്കിൽ മഹാപ്രഭുവിന്റെ അവതാരം തന്നെ ഗുഹ്യാവതാരമാണ്. ആ ഗുഹ്യാവതാരത്തെ പറ്റി വർണ്ണിച്ചിരിക്കുന്ന ഈ ഗ്രന്ഥവും അത്രയും മഹത്തരമായ ഒരു ഗ്രന്ഥമാണ്. ഇത് നമുക്ക് ഇന്ന് ഇവിടെ വായിക്കാനും ചർച്ച ചെയ്യാനും എല്ലാം കഴിഞ്ഞത് നമ്മുടെ കോടി ജന്മ സുഹൃതമാണ്. ഇതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത കഥാമൃത പ്രഭുവിനും മാതാജിക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഹരേ കൃഷ്ണ. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ഹരേ കൃഷ്ണ. ഞാൻ ശ്ലോകം വായിക്കാം. ഗൗരാംഗപ്രിയ മാതാജി അതിന്റെ വിവർത്തനം ഒന്ന് മലയാളത്തിൽ വായിക്കണേ. ഓക്കെ, ശരി, വായിക്കാം. ഹരേ കൃഷ്ണ. एकदिन प्रभु विष्णु मंडपे बसिया मधुआना भोलिंडाकिया. വിവർത്തനം ബൈ ശിലപ്രഭുപാദ് കി ജയ്. ഒരു ദിവസം പ്രഭു ഒരു വിഷ്ണു ക്ഷേത്രത്തിന്റെ ഇടനാഴിയിൽ ഇരിക്കുകയും തേൻ കൊണ്ടുവരൂ എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. ഹരേ കൃഷ്ണ. 116. നിത്യാനന്ദ ഗോസായി പ്രഭുർ ആവേശജാനില ഗംഗാ ജലപത്ര ആനി സമുഖേ ധരില. വിവർത്തനം ബൈ ശിലപ്രഭുപാദ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാവാവേശം മനസ്സിലാക്കിയ നിത്യാനന്ദ പ്രഭു ഗോസായി സൂചകമായി ഒരു കുടം ഗംഗാജലം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചു. ശ്ലോക 117. ജലപാന കുറിയാനാച്ചെ ഹനവിഹല യമുന കർഷണ ലീല ദിഖായ സകല. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശിലപ്രഭുപാദ് കി ജയ്. ജലപാനത്തിനു ശേഷം ഹർഷോന്മദത്തിലായ മഹാപ്രഭു നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. അപ്രകാരം യമുനാകർഷണ ലീല എല്ലാവരും ദർശിച്ചു. ഭാവാർത്ഥം: യമുനാകർഷണ ലീല യമുനാ നദിയെ ആകർഷിക്കുന്ന ലീലയാണ്. ഒരു ദിവസം ബലരാമൻ യമുനാ നദി തന്റെ മുന്നിൽ വരണമെന്ന് ആഗ്രഹിച്ചു. യമുന അത് നിരസിച്ചപ്പോൾ അവിടുന്ന് ഒരു നീർച്ചാൽ ഉണ്ടാക്കി യമുനയെ തന്റെ മുന്നിൽ വരുത്തണമെന്ന ഉദ്ദേശത്തോടെ കലപ്പ കയ്യിലെടുത്തു. മഹാപ്രഭു ബലരാമനുമാകയാൽ ആ ഭാവാവേശത്താൽ അവിടുന്ന് എല്ലാവരോടും തേൻ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഇപ്രകാരം അവിടെ നിന്നിരുന്ന എല്ലാ ഭക്തന്മാരും യമുനാകർഷണ ലീല കണ്ടു. യമുനാകർഷണ ലീലയിൽ ബലദേവൻ തന്റെ സഖിമാരാൽ അകമ്പടി സേവിക്കപ്പെട്ടിരുന്നു. വാരുണി എന്നു പേരുള്ള മധുപാനീയം പാനം ചെയ്തതിനു ശേഷം യമുനയിൽ ഇറങ്ങി സഖിമാർക്കൊപ്പം നീന്തണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. ബലദേവൻ യമുനാ നദിയോട് തന്റെ സമീപത്തേക്ക് വരാൻ ആജ്ഞാപിക്കുകയും യമുന അതനുസരിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ കുപിതനായ അവിടുന്ന് തന്റെ കലപ്പ ഉപയോഗിച്ച് അവളെ വലിച്ചു കൊണ്ടുവരാൻ തുനിഞ്ഞതായി ശ്രീമദ് ഭാഗവതത്തിൽ 10:65-25 മുതൽ 30-33 പറയുന്നു. ബലരാമന്റെ കോപത്തിൽ അത്യന്തം ഭയന്ന യമുന തൽക്ഷണം വരികയും അപരാധം സമ്മതിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് കീഴടങ്ങുകയും ചെയ്തു. അപ്പോൾ അവൾക്ക് മാപ്പ് നൽകപ്പെട്ടു. യമുനാകർഷണ ലീലയുടെ രത്നചുരുക്കം ഇതാണ്. ദശാവതാരങ്ങളെ സംബന്ധിച്ച ജയദേവ ഗോസ്വാമിയുടെ പ്രാർത്ഥനകളിലും ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. വഹസി വപുഷി വിശദേ വസനം ജലദാപം ഹലഹതി ഭീതിമിലിത യമുനാഭം കേശവധൃത്ത ഹലധര രൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ.
വഹസി വപുഷി വിശദേ വസനം ജലതാഭം ഹലഹതി ഭീതി മിലിത യമുനാഭം കേശവാദൃത ഹലധര രൂപ ജയ ജഗദീശ ഹരേ. ഹരേ കൃഷ്ണ. സോ ഇന്ന് മഹാപ്രഭു ഇവിടെ യമുനാകർഷണ ലീലയില് ബലരാമന്റെ ആവേശം, അതായത് ബലരാമന്റെ ഭാവത്തിലാണ് മഹാപ്രഭു ഇന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാപ്രഭു അവിടെ ഒരു നവദ്വീപില് മഹാപ്രഭുവിന്റെ വീടിന്റെ അടുത്ത് കുറച്ച് മാറി ചന്ദ്രശേഖരാചാര്യ അദ്ദേഹത്തിന്റെ അങ്കിളുടെ വീടിന് കുറച്ച് മാറി അവിടെ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. അവിടെ ഒരു ദിവസം ഇരിക്കുകയായിരുന്നു. അപ്പോ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചു, അതായത് അദ്ദേഹം സന്യാസം എല്ലാം എടുത്തു വന്ന് അതിനുശേഷം മഹാപ്രഭു ഒരുപാട് ലീലകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ മഹാപ്രഭു എന്താ പറയാ, ഇതിന് കുറച്ച് മുമ്പായിട്ട്, അതായത് ഈ ലീലയെ പറ്റിയിട്ട്, യമുനാകർഷണ ലീലയെ പറ്റി വളരെ വിശദമായിട്ട് ചൈതന്യ ഭാഗവതത്തില് ശ്രീല വൃന്ദാവൻദാസ് ഠാക്കൂർ വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഇപ്പൊ ശ്രീല പ്രഭുപാദിന്റെ ഈ ഭാവാർത്ഥവും ആക്ച്വലി ഭക്തി സിദ്ധാന്ത ഠാക്കൂറിന്റെ കമന്ററി അനുഭാഷ്യത്തിൽ നിന്ന് എടുത്താണ്. പിന്നെ കുറച്ച് ഭാഗം ചൈതന്യ അമൃതപ്രഭ ഭാഷ്യത്തിൽ ഭക്തിവിനോദ് ഠാക്കൂറിന്റെ കമന്ററിയിൽ നിന്ന് എടുത്താണ് ഈ ശ്രീല പ്രഭുപാദിന്റെ പർപ്പട്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മഹാപ്രഭു ഈ കലിയുഗത്തിൽ അവതരിച്ചത് തന്നെ മഹാപ്രഭുവിന് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് മഹാപ്രഭു എന്ത് ചെയ്തു? രാധാറാണിയുടെ ഭാവത്തിലാണ് മഹാപ്രഭു അവതരിക്കുന്നത്. ഇപ്പോ ഇവിടെ തന്നെ ഒരു ചെറിയൊരു ക്യാച്ചായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണനാണ് മഹാപ്രഭുവായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ കൃഷ്ണന്റെ ആ ഒരു ഭാവത്തോടെ അല്ല, അല്ലെങ്കിൽ കൃഷ്ണന്റെ ഹൃദയത്തോടെ അല്ല വന്നത്. ഹൃദയം മാറ്റി രാധാറാണിയുടെ ഹൃദയം വച്ചിട്ടാണ് മഹാപ്രഭു വന്നിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ മഹാപ്രഭു തന്റെ ജീവിത കാലയളവില് മഹാപ്രഭു ഒരുപാട് ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഓരോ സന്ദർഭങ്ങളിലും പല പല ഭാവങ്ങളിൽ മഹാപ്രഭു വരുന്നുണ്ട്. ചില സമയത്ത് ശ്രീരാമനാവുന്നുണ്ട്, ചില സമയത്ത് നരസിംഹത്തിന്റെ ആവേശം കൈക്കൊള്ളുന്നുണ്ട്, ചില സമയത്ത് എന്താ പറയാ രുക്മിണിയുടെ രൂപത്തിൽ വരുന്നുണ്ട്. രുക്മിണിയുടെ രൂപത്തിൽ വരുന്ന സമയത്ത് മഹാപ്രഭു ഒരു ദിവസം പറയും, ഞാൻ ഇന്ന് വൈകുന്നേരം കീർത്തൻ ചെയ്യുമ്പോൾ ഞാൻ രുക്മിണിയുടെ രൂപത്തിലാണ് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ ബുദ്ധിമന്ത ഖാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള അസോസിയേറ്റ് ഉണ്ട്. അദ്ദേഹത്തോട് പറയും, എനിക്ക് വേണ്ട, അതായത് രുക്മിണിയായിട്ട് വേഷം ധരിക്കാനുള്ള വസ്ത്രങ്ങളും ബ്ലൗസും സാരിയും എല്ലാം റെഡിയാക്കി വെക്കാൻ പറയും. അങ്ങനെ അപ്പൊ എല്ലാവരും അത് കണ്ടിട്ട് ഭയങ്കര അതിശയോ, ഓ മഹാപ്രഭു സ്ത്രീവേഷം കെട്ടുന്നു. അപ്പൊ മഹാപ്രഭു ചോദിക്കും, ഓക്കെ, സ്ത്രീവേഷം കെട്ടുന്നത്, ഞാൻ സ്ത്രീവേഷമാണ് കെട്ടാൻ പോകുന്നത്, പക്ഷേ ആർക്കൊക്കെയാണ് എന്താ പറയാ സ്ത്രീകളെ കണ്ടാൽ കൺട്രോൾ ചെയ്യാൻ ശക്തിയുള്ളത്? അവര് മാത്രം കയറിയാൽ മതി ഇത് കാണാനായിട്ട് എന്ന് പറയും. അപ്പൊ ചിലര് അതില് രണ്ടുപേര് പറയും, അയ്യോ ഞങ്ങൾക്ക് സ്ത്രീകളെ കൺട്രോൾ ചെയ്യാനുള്ള ശക്തിയൊന്നും ഇല്ല എന്ന് പറയും. ആരാന്ന് വെച്ചാൽ മറ്റേതല്ല, അദ്വൈതാചാര്യരും ശ്രീവാസ് പണ്ഡിറ്റും. അപ്പൊ മഹാപ്രഭു ചിരിച്ചുകൊണ്ട്, പേടിക്കണ്ട, ഞാൻ എൻ്റെ മഹാമായയുടെ പോലെ നിങ്ങളെല്ലാം മനസ്സാകർഷിച്ച് നിങ്ങളെയൊന്നും നിങ്ങളുടെ ആധ്യാത്മിക പദത്തിൽ ഞാൻ വീഴ്ത്തില്ല, എന്തായാലും നിങ്ങള് ധൈര്യമായിട്ട് ഇരുന്നോളൂ എന്ന് പറയും. അങ്ങനെ മഹാപ്രഭു അന്ന് എന്താ പറയാ ചന്ദ്രശേഖരാചാര്യയുടെ, അദ്ദേഹത്തിന്റെ അമ്മയുടെ, അതായത് സച്ചിമാതയുടെ അനീതി സർവജയ, അതായത് മഹാപ്രഭുവിന്റെ ആന്റി കല്യാണം കഴിച്ചിരിക്കുന്നത് ചന്ദ്രശേഖരാചാര്യാണ്. അദ്ദേഹത്തിന്റെ വീട്ടില് ഇവരെല്ലാവരും ഒത്തുകൂടിയിട്ട് അന്ന് സച്ചിമാതയും എല്ലാവരും വരും മഹാപ്രഭു സ്ത്രീവേഷം കെട്ടുന്നത് കാണാനായിട്ട്. അപ്പോ മഹാപ്രഭു രുക്മിണി ദേവിയുടെ വേഷത്തില് അങ്ങോട്ട് എന്താ പറയാ വേഷം എല്ലാം ഇട്ട്
വൈകുന്നേരം അങ്ങോട്ട് വരുന്ന സമയത്ത് എന്താ പറയാ, എല്ലാവരും കണ്ട് ആകർഷിതരാവും. അത്രയും ഭംഗിയായിരുന്നു മഹാപ്രഭു രുക്മിണിയുടെ രൂപത്തിൽ വന്ന സമയത്ത്. അപ്പോ ഒരു 7 ദിവസം ആക്ച്വലി എന്താ പറയാ, മഹാപ്രഭു എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാപ്രഭു എന്നിട്ട് എന്താ പറയാ മഹാലക്ഷ്മിയുടെ ഭാവത്തിലേക്ക് വന്നിട്ട് മഹാപ്രഭു എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ചന്ദ്രശേഖരാചാര്യയുടെ വീട്ടിലെ ആൾട്ടറിൽ പൂജാമുറിയിൽ പോയി അദ്ദേഹത്തിന്റെ രാധാ ഗോപിനാഥ് വിഗ്രഹം ഉണ്ട്, അതെടുത്ത് മടിയിൽ വെച്ചിട്ട് മഹാലക്ഷ്മിയുടെ ഭാവത്തിൽ ഇരിക്കും. അപ്പൊ അങ്ങനെ എന്നിട്ട് എന്താ പറയാ, ആഹ് അപ്പോ അത് കൊണ്ട് എല്ലാവരും ഭയങ്കര ആനന്ദ നിർവൃതിയിൽ ആറാടുമ്പോ ഒരു കുറെ നേരം കീർത്തനം ചെയ്യും അതിന്റെ സന്തോഷത്തിൽ. പക്ഷെ കുറച്ച് കഴിയുമ്പോ എന്താ പറയാ, സൂര്യൻ ഉദിച്ചു വരുന്ന കാണുമ്പോ അവരൊക്കെ എല്ലാവർക്കും ഭയങ്കര വിഷമാവും. ഓ, മഹാപ്രഭുവിന് ഇനി ഈ രൂപത്തിൽ കാണാൻ പറ്റില്ലോ, ഇപ്പൊ ദിവസമായില്ലേ, അടുത്ത ദിവസമായി, രാത്രി മുഴുവൻ അവര് ഇതെല്ലാം കണ്ട് ആസ്വദിക്കുകയായിരുന്നു, അവര് സമയം പോയത് പോലും അറിഞ്ഞില്ല. അപ്പൊ അങ്ങനെ അവർക്ക് എല്ലാവരും വിഷമായിന്ന് കാണുമ്പോ, അതായത് മഹാപ്രഭുവിന് അത് മനസ്സിലാവുമ്പോ മഹാപ്രഭു എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രശേഖരാചാര്യരുടെ വീട്ടിലെ മാത്രം ഒരു പ്രത്യേക പ്രകാശം പ്രകാശവലയം തീർക്കും. അവിടെ 7 ദിവസം രാത്രി തന്നെയായിരുന്നു. ഓക്കെ, ആ രാത്രി കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ 7 ദിവസം ഇവര് കണ്ടിന്യൂസ് കീർത്തനം ചെയ്ത് ഓരോ മഹാപ്രഭുവിന്റെ കൂടെയുള്ളവരെയും മഹാപ്രഭു എന്ത് ചെയ്യും, മഹാലക്ഷ്മിയുടെ ഭാവത്തിലല്ലേ ഇരിക്കുന്നത്, മഹാപ്രഭു തന്റെ മടിയിലിരുത്തി എല്ലാവരെയും 1 by 1 ആയിട്ട് മടിയിലിരുത്തി അങ്ങനെ പറഞ്ഞുണ്ടോ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും. അപ്പൊ എല്ലാവരും വന്നിട്ട് മഹാലക്ഷ്മിയുടെ സ്തുതിഗീതങ്ങളെല്ലാം പാടുന്നു. അങ്ങനെ എന്താ പറയാ, ആ ഒരു 7 ദിവസം പുറത്തുള്ളവരെല്ലാം നോക്കുമ്പോൾ ചന്ദ്രശേഖരാചാര്യരുടെ വീട്ടിൽ മാത്രം ഭയങ്കര പ്രകാശം, ആർക്കും എന്താ പറയാ നോക്കാൻ പോലും കഴിയണം, അത്രയും വലിയ പ്രകാശം. അങ്ങനെ 7 ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രകാശം അങ്ങോട്ട് മങ്ങും. അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന നവദ്വീപവാസികളെല്ലാം ചോദിക്കും, അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ആൾക്കാരോട് ചോദിക്കും, അല്ല എന്തായിരുന്നു അതിന്റെ ഉള്ളിൽ, ഭയങ്കര പ്രകാശം ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അതിന്റെ ഉള്ളില്. അപ്പൊ എല്ലാവരും, ആർക്കും വേണ്ട അത് പറയാൻ താല്പര്യമില്ല, കാരണം മഹാപ്രഭു സ്ത്രീവേഷം കെട്ടിട്ട് ഞങ്ങളെല്ലാവരും മടിയിൽ ഇരുത്തിയെന്ന് പറയാനുള്ള അതുകൊണ്ട് അവരെല്ലാവരും അതൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ചിരിച്ച് തള്ളി കളയും ആ ചോദ്യത്തിന്. അപ്പൊ അങ്ങനെ ഒരുപാട് ഭാവങ്ങളില് മഹാപ്രഭു സ്വീകരിച്ചിട്ടുണ്ട് തന്റെ ആ, എന്താ പറയാ ലീലകളില്. അപ്പൊ അതുപോലെ ഒരു ദിവസം മഹാപ്രഭുവിന് പെട്ടെന്ന് എന്താ പറയാ ബലരാമന്റെ ഭാവത്തിലേക്ക്, ബലരാമന്റെ ആവേശത്തിലേക്ക് മഹാപ്രഭു വരികയാണ്. അപ്പൊ മഹാപ്രഭു എന്താ പറയാ അവിടെ നമ്മുടെ ഇപ്പോഴത്തെ സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഗൗഡിയമഠ്, ചൈതന്യ ഗൗഡിയമഠ് ഈ ചന്ദ്രശേഖര ആചാര്യയുടെ വീട് ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മള് മായപ്പൂർ പോയാൽ കാണാം. അപ്പൊ അവന്റെ അവിടെ നിന്ന് തൊട്ടുമാറി അവിടെ ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ മഹാപ്രഭു ഇരുന്നിട്ട് പെട്ടെന്ന് എന്താ പറയാ അവിടെ മഹാപ്രഭുവിന്റെ കൂടെ തന്നെ അദ്വൈതാചാര്യരും നിത്യാനന്ദ പ്രഭുവും അങ്ങനെ ഒരുപാട് അനുയായികൾ എല്ലാവരും ഉണ്ട്. അപ്പൊ മഹാപ്രഭു പെട്ടെന്ന് അവിടെ നിന്നിട്ട് എനിക്ക് മധു കൊണ്ടുവരൂ, തേൻ കൊണ്ടുവരൂ എന്ന് ഉറക്കെ വിളിക്കും. അപ്പൊ അത് കേൾക്കുമ്പോ ആർക്കും ഒന്നും മനസ്സിലേ, തേനാ ഇവിടുന്ന് ഇപ്പൊ ഈ സമയത്ത് ഇവിടുന്ന് എപ്പ എങ്ങനെ തേൻ കൊണ്ടുവരാനാന്ന് ആലോചിക്കുക. പക്ഷെ ഇത് കേട്ടപ്പോഴേക്കും നിത്യാനന്ദ പ്രഭുവിന് മനസ്സിലാവും. നിത്യാനന്ദ പ്രഭു വേഗം ചെന്നിട്ട് എന്ത് ചെയ്യും, ഗംഗയിൽ നിന്ന് ഒരു ചെറിയ ലോട്ടയില് വെള്ളം ഗംഗാജലം എടുത്ത് മഹാപ്രഭുവിന് കൊടുക്കും. മഹാപ്രഭു ആ ഗംഗാജലം അങ്ങോട്ട് കുടിക്കും. അപ്പൊ മഹാപ്രഭു ബലരാമന്റെ ഭാവത്തിലായതുകൊണ്ട് ബലരാമൻ എങ്ങനെയാണോ വാരുണി കുടിക്കുന്നത് ആ ഒരു ഭാവത്തില് ഗംഗാജലം കുടിച്ച് എന്താ പറയാ വാരുണി കുടിച്ച ബലരാമനെ പോലെ മധോന്മത്തനായിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. അതായത് ഒരു എന്താ പറയാ ഭയങ്കര അതിസുന്ദരനായിട്ടുള്ള ഒരു മതയാന നടക്കുന്ന പോലെ മഹാപ്രഭു അങ്ങോട്ട് നടന്നു വരികയാണ്. ഇപ്പോ എല്ലാവർക്കും എന്താ പറയാ അത് കാണുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ബലരാമൻ യമുനാകർഷണ ലീല ചെയ്തതാണ്. അപ്പൊ യമുനാകർഷണ ലീലയെ പറ്റിയിട്ട് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ഭഗവാൻ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് കൃഷ്ണനെ എല്ലാ രസങ്ങളിലും, അതായത് ശാന്തരസം ആയിക്കോട്ടെ, ദാസ്യരസം ആയിക്കോട്ടെ, സഖ്യരസം ആയിക്കോട്ടെ, വാത്സല്യം ആയിക്കോട്ടെ, മാധുരി ആയിക്കോട്ടെ, എല്ലാ രസത്തിലും ഒരേപോലെ സേവ ചെയ്യുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് ബലരാമനാണ്. അപ്പോ കൃഷ്ണനും ബലരാമനും തമ്മില് ശരിക്കും ഒരു വ്യത്യാസമില്ല, രണ്ടുപേരും ഭഗവാന്മാരാണ്. പക്ഷെ ഒരേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് സേവ്യ ഭഗവാനും ഒരാള് സേവക ഭഗവാനുമാണ്. സേവ്യ ഭഗവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവനം സ്വീകരിക്കുന്ന ആള്, അത് കൃഷ്ണനാണ്. സേവനം സ്വീകരിക്കുന്ന ഭഗവാൻ. സേവക ഭഗവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവനം ചെയ്യുന്ന ഭഗവാൻ, അത് ബലരാമനും. ഓക്കെ, അപ്പൊ രണ്ടുപേരും
ഈ ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. രണ്ടുപേരും പൊട്ടൻസി വൈസ് രണ്ടുപേരും ഒരേപോലെയാണ്. കാരണം ഭഗവാനിൽ നിന്ന് വരുന്ന ഫസ്റ്റ് എക്സ്പാൻഷനാണ്, ആദ്യത്തെ അവതാരമാണ് ബലരാമൻ. അപ്പോ അതുപോലെ തന്നെ എന്താ പറയാ, എല്ലാ പൊട്ടൻസിയും ബലരാമനിലുണ്ട്. അപ്പോ ബലരാമന്റെ മഹത്വം എന്താണെന്ന് എല്ലാവരെയും അറിയിക്കാനായിട്ട് ഭഗവാൻ തന്നെ കാണും. എന്താ പറയാ, എല്ലാവരും ഭഗവാനെ എന്താ പറയാ ചെറിയ ചെറിയ സേവ ചെയ്യുന്ന അവരെ എല്ലാം ഭഗവാൻ ഓരോ റിവാർഡ്സ്, അത് അവർക്ക് അർഹമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, അവര് ആഗ്രഹിക്കുന്ന എല്ലാം ഭഗവാൻ നടത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ ബലരാമന്, അതായത് കൃഷ്ണന്റെ ദാവൂജിക്ക് മാത്രം കൃഷ്ണൻ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. അപ്പൊ ദാവൂജിക്ക് ഞാൻ എന്താ ചെയ്യാന്ന് ഭഗവാൻ ആലോചിച്ചിട്ട്, അപ്പൊ ഭഗവാന്റെ ഇച്ഛയാണ് എന്ത്, ബലരാമൻ കൃഷ്ണനെ പോലെ തന്നെ ഗോപികമാരുടെ കൂടെ രാസനൃത്തം ആടണം, അല്ലെങ്കിൽ ഗോപികമാരുടെ കൂടെ ലീല ചെയ്യണമെന്ന് കൃഷ്ണൻ ആഗ്രഹിക്കുകയാണ്. അത് ഭഗവാന്റെ ആ ഇംഗിതം മനസ്സിലാക്കിയതിനു ശേഷം, അത് ഭഗവാന്റെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ബലരാമൻ എന്ത് ചെയ്യുന്നത്, വാരുണി കുടിച്ച് ഗോപികമാരുടെ കൂടെ യമുനയിൽ ഇറങ്ങി ജലക്രീഡ ചെയ്യാനായിട്ട് യമുനയിൽ ഇറങ്ങാൻ പോവായിരുന്നു. ആ സമയത്ത് യമുനയെ വിളിക്കും അടുത്തേക്ക്. അപ്പൊ യമുനാദേവിക്ക് ചെറിയൊരു എന്താ പറയാ, കുറച്ച് അഹങ്കാരം. അതായത് ബലരാമനല്ലേ, ഞാൻ കൃഷ്ണനാണെങ്കിൽ പോവായിരുന്നു, പക്ഷെ ബലരാമന് വേണ്ടി ഞാൻ എന്തിനു ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു ചിന്ത വരും. അപ്പൊ അങ്ങനെ ആ, യമുനാദേവി ബലരാമന്റെ അടുത്തേക്ക് പോവില്ല ബലരാമൻ വിളിക്കുമ്പോ. ഇപ്പൊ ദാവൂജിക്ക് ഭയങ്കര ദേഷ്യം വരും. ദാവൂജി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, തന്റെ കലപ്പയുടെ ആ അറ്റം കൊണ്ട് യമുനയുടെ എന്താ പറയാ വലിച്ചു കീറാൻ തുടങ്ങും. അങ്ങനെ ഒരു 100 എന്താ പറയാ കൈവഴികളായിട്ട് യമുനയെ ഇങ്ങനെ വലിച്ചു കീറും. അത് ഇപ്പോഴും നമ്മൾ വൃന്ദാവനത്തിൽ പോയാൽ കാണാം. ചില ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ പല പല കൈവഴികളായിട്ട് ചെറിയ ചെറിയ തോട് പോലെ ഇങ്ങനെ യമുന ഒഴുകി പോകുന്നത്. അത് അന്ന് ബലരാമൻ ചെയ്ത പോലെ 100 കൈവഴികളായിട്ട് യമുനയെ വലിച്ചു ചീന്തി കളയും തന്റെ കലപ്പ കൊണ്ട്. അപ്പൊ അത് കാണുമ്പോ യമുനാദേവിക്ക് ഭയങ്കര പേടിയാവും ബലരാമനെ കാണുമ്പോ. അപ്പൊ യമുനാദേവിക്ക് ഓർമ്മ വരും, അയ്യോ ഇത് സാക്ഷാത് ഭഗവാന്റെ തന്നെ ആവേശമാണ്, അല്ലെങ്കിൽ ഭഗവാനും ബലരാമനുമായിട്ട് യാതൊരു വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കി യമുനാദേവി ബലരാമന്റെ അടുത്തേക്ക് ചെന്ന് നേരെ ദാവൂജിയുടെ തൃപ്പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിക്കുകയാണ്. അങ്ങനെ ബലരാമനെ യമുനാദേവി ഒരുപാട് കീർത്തിക്കുകയും, അങ്ങനെ യമുനാദേവിയോട് എന്താ പറയാ തന്റെ ആ കോപമെല്ലാം അടങ്ങിയതിനു ശേഷം ഓക്കെ ഭഗവാൻ ബലരാമൻ ക്ഷമിക്കും. അതിനുശേഷം ഗോപികമാരുടെ കൂടെ ബലരാമൻ യമുനയില് ജലക്രീഡ ചെയ്യും. അപ്പോ ഈ ഒരു ഭാവത്തിൽ, അതായത് ബലരാമൻ എങ്ങനെയാണോ ആ വാരുണി കുടിച്ച് വന്ന് ആ ഒരു വാരുണി കുടിച്ച് എന്താ പറയാ ബലരാമനെ പറ്റിയിട്ട് ഭാഗവതത്തില് വർണ്ണനയുണ്ട്. ദശമസ്കന്ധത്തിൽ ആ ഭാഗവതത്തിൽ പറയുന്ന പോലെ 65-ാമത്തെ അധ്യായത്തില് ആ ശ്ലോകങ്ങളിൽ വർണ്ണനയുണ്ട്. അപ്പോ എന്താ പറയാ കണ്ണൊക്കെ നല്ല ചുവന്ന് ഭയങ്കര ഒരു മതയാനെ പോലെ ബലരാമൻ ഇങ്ങോട്ട് തന്റെ കലപ്പയും പിടിച്ച് വരികയാണ് യമുനയുടെ മുമ്പില്. അപ്പൊ യമുന വരാതാകുമ്പോ ബലരാമൻ ഭയങ്കര ദേഷ്യത്തില് ഹേ പാപിനി യമുനെ എന്നൊക്കെ പറഞ്ഞ് യമുനേനെ ഭയങ്കരമായിട്ട് ദേഷ്യത്തില് ആ ബലരാമൻ എന്താ പറയാ യമുനാദേവിയെ ചീത്ത പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് യമുനാദേവി പിന്നെ വന്നിട്ട് മാപ്പപേക്ഷിക്കുന്നില്ല. അപ്പൊ ആ ഒരു ഭാവത്തില് അപ്പൊ ബലരാമൻ എങ്ങനെയാണോ ആ ദേഷ്യത്തില് എന്താ പറയാ വാരുണി എല്ലാം കുടിച്ച് ആ ഒരു മദഹാനെ പോലെ വന്നത്, അതേ ഭാവത്തിലാണ് മഹാപ്രഭു എഴുന്നേറ്റ് വന്നത്. എന്താ പറയാ ബലരാമൻ നിത്യാനന്ദ പ്രഭു ഗംഗാജലം ആ ചെറിയൊരു കുടത്തിൽ കൊടുത്തപ്പോ അത് കുടിച്ച് മഹാപ്രഭു അങ്ങനെ എഴുന്നേറ്റ് വന്നത്. അപ്പൊ അത് കണ്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും യമുനാകർഷണയിലെ ഓർമ്മ വന്ന് ബലരാമനെയാണ് മഹാപ്രഭുവില് ദർശിക്കാനായത്. അങ്ങനെ എല്ലാവരും എന്താ പറയാ ഭയങ്കര ഉച്ചത്തില് ഭയങ്കര സങ്കീർത്തനം ചെയ്യും. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. मधमतघदि बल देवानुकर आचार्य शेखर तंजे ധേക്കെ രാമകര. ഹരേ കൃഷ്ണ. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. ബലരാമ ഭാവാവേശത്തിൽ വാരുണി പാനം ചെയ്ത് മത്തുപിടിച്ചവനെ പോലെ മഹാപ്രഭു നടന്നു. ആചാര്യശേഖരനായ അദ്വൈതാചാര്യൻ അപ്പോൾ മഹാപ്രഭുവിനെ ബലരാമ രൂപത്തിൽ ദർശിച്ചു. ഹരേ കൃഷ്ണ. വനമാലി ആചാര്യ ധേക്കെ സോനാരാലംഗല സഭേ മിലി നൃത്യ കൊരെ ഹവേശ വിഹ്വല.
കൃഷ്ണ വിവർത്തനം ശിലപ്രഭുപാദ് കി ജയ്. വനമാലി ആചാര്യൻ ബലരാമന്റെ കയ്യിൽ ഒരു സ്വർണ കലപ്പ കണ്ടു. ഭക്തന്മാരെല്ലാം ഒത്തുചേർന്ന് ആനന്ദോന്മാദത്താൽ നൃത്തം ചെയ്തു. ഹരേ കൃഷ്ണ. 120 ശ്ലോകം. ഏയി മഥ നൃത്യ ഹൈലേ ചാരി പ്രഹാര സന്ധ്യായ ഗംഗാ സ്നാൻ കോരി സബെ ഗേലഗര. ഹരേ കൃഷ്ണ വിവർത്തനം ശിലപ്രഭുപാദ് കി ജയ്. പ്രകാരം അവർ 12 മണിക്കൂർ തുടർച്ചയായി നൃത്തം ചെയ്യുകയും സന്ധ്യയായപ്പോൾ ഗംഗാസ്നാനത്തിന് ശേഷം അവരവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഹരേ കൃഷ്ണ. സോ അങ്ങനെ മഹാപ്രഭു ആ ഒരു രാമാവേശത്തില് മഹാപ്രഭു എഴുന്നേറ്റ് വരുമ്പോ അത് എല്ലാവർക്കും അത് ആ ബലരാമനെ മഹാപ്രഭുവിൽ ദർശിക്കാനായിട്ടില്ല. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ദർശിക്കാനായിട്ടുള്ളൂ. അപ്പൊ അതില് ഇവിടെ കവിരാജ ഗോസ്വാമി പാദ് പറയുന്നത് ആദ്യത്തെ പേര് അദ്വൈതാചാര്യയുടെയാണ്. അദ്വൈതാചാര്യക്ക് മഹാപ്രഭു അങ്ങനെ വന്നപ്പോ എന്താണ് കണ്ടത്? അതായത് ബലരാമൻ ഒരു എന്താ പറയാ വാരുണി എല്ലാം കുടിച്ച് ആ മധോന്മത്തനായി വരുന്ന ആ ബലരാമനെയാണ് എന്താ പറയാ മഹാപ്രഭുവിൽ ദർശിക്കാനായത്. അതായത് മഹാപ്രഭു എപ്പോഴും മഞ്ഞ വസ്ത്രം എടുത്തിട്ടാണ് മഹാപ്രഭു നവദ്വീപില് വസിച്ചിരുന്നത്, അതായത് സന്യാസം എടുക്കുന്നതിന് മുമ്പ്. അപ്പോ ബലരാമൻ എപ്പോഴും നല്ല റോയൽ ബ്ലൂ കളറിലുള്ള നല്ല സിൽക്ക് ധോത്തിയാണ് അദ്ദേഹം ഉടുക്കാറുള്ളത്. അപ്പോ ആ സമയത്ത് മഹാപ്രഭുവിനെ നല്ല നീല കളറുള്ള ധോത്തി എടുത്ത് നല്ലൊരു സുവർണ പർവ്വതം പോലത്തെ ഒരു രൂപമായിട്ടാണ് അദ്വൈതാചാര്യർക്ക് ദർശിക്കാനായത്. അതായത് ബലരാമൻ എങ്ങനെയാണോ അതുപോലെയാണ് മഹാപ്രഭുവിനെ അപ്പോ അദ്വൈതാചാര്യർ കണ്ടത്. ഇനി ഇവിടെ മറ്റു കമന്ററിയിലൊക്കെ ഇവിടെ ആചാര്യ ശേഖര എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. വേറെ കമന്ററിയിലൊക്കെ ഇവിടെ ആചാര്യശേഖരനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ചന്ദ്രശേഖരാചാര്യായിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ചന്ദ്രശേഖരാചാര്യം അതുപോലെ കണ്ടു എന്നാണ് പറയുന്നത്. ഇപ്പോ കാരണം ആചാര്യശേഖര, അതായത് ചന്ദ്രശേഖര, ഇവിടെ ആചാര്യശേഖരയുടെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശേഖര എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദി ഹെഡ്, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ആചാര്യൻ എന്നാണ്. അപ്പൊ ചന്ദ്രശേഖരാചാര്യക്ക് മറ്റൊരു പേരും കൂടി ഉണ്ട്, ആചാര്യരത്ന എന്നുള്ളത്. എല്ലാ ആചാര്യന്മാരുടെയും എന്താ പറയാ രത്നം, അതായത് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി എന്നുള്ള ഒരു അർത്ഥം കൂടി, അങ്ങനെ മറ്റൊരു പേരും കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ചന്ദ്രശേഖരാചാര്യയും മഹാപ്രഭുവിന്റെ കൂടെ തന്നെ എപ്പോഴും സദാസമയം മഹാപ്രഭുവിന്റെ ലീലകളുടെ കൂടെ മഹാപ്രഭുവും എന്താ പറയാ ചന്ദ്രശേഖരാചാര്യയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും മഹാപ്രഭുവിനെ ബലരാമന്റെ രൂപത്തിൽ ദർശിച്ചു എന്ന് കാണാം നമുക്ക്. ഇനി അടുത്തത് വനമാലി ആചാര്യ, അദ്ദേഹത്തെ പറ്റിയാണ് പറയുന്നത്. വനമാലി ആചാര്യന് എങ്ങനെയാണ് കണ്ടത്? അതായത് ഒരു സ്വർണ നിറത്തിലുള്ള കലപ്പയും ആയി നിൽക്കുന്ന, അതായത് ബലരാമന്റെ ആയുധമായ കൽപ്പ, അതായത് സ്വർണ്ണ നിറത്തിലുള്ള ഒരു കൽപ്പ മഹാപ്രഭു കയ്യിൽ പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് വനമാലി ആചാര്യക്ക് തോന്നിയത്. അപ്പൊ എനിക്ക് തോന്നുന്നു വനമാലി ആചാര്യയെ പറ്റി നമ്മള് മുൻപത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആക്ച്വലി വനമാലി ആചാര്യ നമ്മുടെ വസിഷ്ഠ മഹർഷി അല്ല, നമ്മുടെ ശ്രീരാമ ഭഗവാന്റെയും സീതാദേവിയുടെയും കല്യാണം നടത്തി കൊടുക്കാൻ ആരാണ് പോകുന്നത്? വിശ്വാമിത്ര മഹർഷി അല്ലേ? വിശ്വാമിത്ര മഹർഷിയാണ്. അപ്പൊ വിശ്വാമിത്ര മഹർഷി കൃഷ്ണന്റെ ലീലയില്, അതായത് ഭഗവാന്റെ വൃന്ദാവൻ ലീലയില്, കൃഷ്ണലീലയില് വിശ്വാമിത്ര മഹർഷി വരുന്നത് രുക്മിണി ദേവി, കൃഷ്ണ വസിഷ്ഠ മഹർഷിയാണോ? അല്ല, വിശ്വാമിത്ര മഹർഷി തന്നെയാണ്. ഓക്കെ, അപ്പോ വസിഷ്ഠ മഹർഷി പിന്നീട് കൃഷ്ണലീലയില് രുക്മിണി കൃഷ്ണന് ഒരു കത്ത് എഴുതുന്നുണ്ട്. ആ കത്ത് കൊടുത്തുവിടുന്ന ഒരു ബ്രാഹ്മണൻ വിശ്വാമിത്ര മഹർഷിയാണ് കൃഷ്ണലീലയില്
ആ ബ്രാഹ്മണനായിട്ട് അവതരിച്ചത്. അതേ ബ്രാഹ്മണൻ തന്നെയാണ് ചൈതന്യ ലീലയിലും വനമാലി ആചാര്യയായിട്ട് വരുന്നത്. കാരണം വനമാലി ആചാര്യ മഹാപ്രഭുവിന്റെയും ലക്ഷ്മി പ്രിയ മാതാജിയുടെയും വിവാഹം നടത്തി കൊടുക്കാനായിട്ട് എന്താ പറയാ മുൻകൈ എടുത്ത് സച്ചിമാതയെ കാണുകയും അതിനുശേഷം സച്ചിമാതയോട് സംസാരിച്ച് ആദ്യം സംസാരിക്കുമ്പോ സച്ചിമാത പറയും, ഏയ് നിമായി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കല്ലേ, അവൻ കുട്ടിയാണ്, അതിനൊന്നും അവനൊരു പക്വതയായിട്ടില്ല, അവൻ പഠിക്കട്ടെ, അതിനുശേഷം അവന്റെ കല്യാണം നടത്താന്ന് പറഞ്ഞ് സച്ചിമാത വിടും. അപ്പൊ അത് കാണുമ്പോ എന്താ പറയാ വനമാലിയാചാര്യക്ക് ഭയങ്കര വിഷമവും. കാരണം എന്താണെന്ന് വെച്ചാൽ വനമാലിയാചാര്യ ഒരിക്കൽ മഹാപ്രഭുവിന്റെ കൂടെ ഗംഗയുടെ തീരത്ത് നടക്കുന്ന സമയത്ത് ലക്ഷ്മി പ്രിയമാത കുളിക്കാനായിട്ട് വരുമ്പോൾ ലക്ഷ്മി പ്രിയമാതയും മഹാപ്രഭു ഒരിക്കൽ ദർശിക്കാൻ ഇടയുണ്ടാവും. അപ്പൊ രണ്ടുപേരുടെയും എന്താ പറയാ രണ്ടുപേരും പരസ്പരം കാണുമ്പോൾ അവര് രണ്ടുപേരും ഭയങ്കര അട്രാക്റ്റഡ് ആവും. കാരണം എന്താ പറയാ അപ്പൊ അത് കാണുമ്പോൾ വനമാലിയാചാര്യക്ക് മനസ്സിലാവും, ഓ മഹാപ്രഭുവിന് ഏറ്റവും അനുയോജ്യയായ യുവതി തന്നെയാണ് ലക്ഷ്മി പ്രിയമാത എന്ന് വനമാലിയാചാര്യക്ക് മനസ്സിലായിട്ട് വനമാലിയാചാര്യ മഹാപ്രഭുവിനും അത് ഇഷ്ടമായി എന്ന് മനസ്സിലായിട്ടാണ് സച്ചിമാത അടുത്ത് പോയി സംസാരിക്കുന്നത്. അപ്പൊ സച്ചിമാത പറയും, അത് ശരിയാവില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ വനമാലിയാചാര്യ ഭയങ്കര വിഷമത്തിലിരിക്കുമ്പോ മഹാപ്രഭു തന്നെ അന്നത്തെ പഠനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വനമാലിയാചാര്യയെ കാണും. അപ്പൊ ചോദിക്കും, എന്താ അങ്ങയുടെ മുഖം വല്ലാതെ വിഷമിച്ചിരിക്കണേ? അപ്പൊ പറയും, എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന, അങ്ങയ്ക്കും സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ സച്ചിമാതയോട് പറഞ്ഞു, പക്ഷെ അമ്മ അത് നിരസിച്ചു, എനിക്ക് ഭയങ്കര വിഷമമായെന്ന് പറയും. അപ്പൊ മഹാപ്രഭു പറയും, ശരി പേടിക്കണ്ട, ഞാനൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് മഹാപ്രഭു പോവും. അങ്ങനെ സച്ചിമാതയെ അമ്മേനെ കാണുമ്പോ മഹാപ്രഭു ചോദിക്കും, അമ്മ വനമാലിയാചാര്യ വന്നിട്ട് എന്താ അമ്മയോട് പറഞ്ഞത്? അമ്മ എന്തോ പറഞ്ഞു, വനമാലിയാചാര്യക്ക് ഭയങ്കര വിഷമായിട്ടിരിക്കണു എന്ന് ചോദിക്കും. അപ്പൊ സച്ചിമാതയ്ക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ മഹാപ്രഭുവിനും അത് ഇഷ്ടമാണെന്ന് മനസ്സിലായിട്ട് അങ്ങനെ സച്ചിമാത പറയും, ഓക്കെ ശരി, ഞാനത് നിന്റെ വിവാഹകാര്യമായിരുന്നു, അത് ഞാൻ ഇപ്പൊ വേണ്ടാന്നാ പറഞ്ഞത്, ശരി എന്തായാലും വനമാലിയാചാര്യ വിളിക്കൂ, ഞാൻ അവനോട് സംസാരിക്കട്ടെ എന്ന് പറയാം. അങ്ങനെ സച്ചിമാത മഹാപ്രഭു അതറിയിക്കും. അങ്ങനെ വനമാലിയാചാര്യ വീണ്ടും ഓടി വരും സച്ചിമാതയുടെ അടുത്തേക്ക്. സച്ചിമാത പറയും, ശരി ആരാന്ന് വെച്ചാൽ ആ കുട്ടിയെ നമുക്ക് മഹാപ്രഭു നിമയുടെ കല്യാണം നമുക്ക് നടത്താന്ന് പറയും. അങ്ങനെ വനമാലിയാചാര്യ ഭയങ്കര സന്തോഷത്തിൽ പോകുന്നു. അങ്ങനെയാണ് ലക്ഷ്മി പ്രിയമാതയും നമ്മുടെ മഹാപ്രഭുവായിട്ട് വിവാഹം നടക്കുന്നത്. അപ്പൊ വനമാലിയാചാര്യയും മഹാപ്രഭുവിന്റെ കൂടെ തന്നെയുള്ളതാണ്. അപ്പൊ അങ്ങനെ വനമാലിയാചാര്യക്കും മഹാപ്രഭുവിനെ ആ സമയത്ത് ബലരാമനായിട്ട് ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ എന്താ പറയാ അത് വേറെയും മറ്റു ചില അനുയായികളും കൂടി മഹാപ്രഭുവിനെ ബലരാമന്റെ ആവേശത്തിന് ശേഷം അവര് എന്ത് ചെയ്തു, അത് കണ്ട അതിന്റെ സന്തോഷത്തിൽ അവരെല്ലാവരും കൂടി ഇവിടെ സങ്കീർത്തനം ചെയ്യാൻ തുടങ്ങി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലി അവര് ആനന്ദ നൃത്തായിരുന്നു. നമ്മളെല്ലാം ചെയ്യുന്ന പോലെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അല്ല കീർത്തനം. അവര് രാവിലെ തുടങ്ങി സന്ധ്യ വരെയാണ് അവർ കീർത്തനം ചെയ്തത്. അങ്ങനെ സന്ധ്യ ഇപ്പോ ഇവിടെ ലാസ്റ്റ് എന്താ പറയുന്നത്, എയ് മാത്ത നൃത്യ ഹോയിലോ ചാരി പ്രഹാര സന്ധ്യായ ഗംഗാ സ്നാൻ കൊരി. അതായത് അങ്ങനെ സന്ധ്യ വരെ അവര് കീർത്തനം ചെയ്ത് സന്ധ്യ ആയപ്പോ അവരെല്ലാവരും എന്ത് ചെയ്തു, ഗംഗയില് എന്താ പറയാ ഡാൻസ് ചെയ്ത് കീർത്തനം ചെയ്യലായിരുന്നു. അപ്പൊ അവരെല്ലാവരും ആകെ ടയേർഡായി, അങ്ങനെ ആകെ വേർത്തുണ്ടാവും. അവര് നേരെ ഗംഗയിൽ സ്നാനം ചെയ്ത് സന്ധ്യാസ്നാനം കഴിഞ്ഞ് അവരെല്ലാവരും അവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി എന്നാ പറയുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, ഇന്നത്തെ സമയമായി. ഓക്കെ, ഞാനിപ്പോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകം മുതൽ മറ്റൊരു ലീലയാണ്, മഹാപ്രഭുവിന്റെ സങ്കീർത്തൻ ലീലകളെ പറ്റിയിട്ട് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിലും കേൾക്കാം. ഹരേ കൃഷ്ണ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. Hare Krishna Prabhu, pranams. Thank you so Hare much, Krishna. Prabhu. Pranams, Prabhu. Hare Krishna. Thank you so much, Prabhu. Hare Krishna. Vanchakalpatarubhasya kripa sindhu pyevaja panitanam pavanebhyo Vaishnavebhyo.
अनंत कोटि वैष्णव की जय। श्रील प्रभुपाद की जय। श्री चैतन्य चरितामृत की जय। कृष्णदास भगवान की जय। जय गौर प्रेमानंदे हरि हरि बोल। हरे हरे थैंक यू प्रभु थैंक यू श्री सची माता जी प्रभु ने कॉन्टैक्ट करने में വളരെ നന്ദി ശ്രീ സച്ചി മാതാ ജി പ്രഭു താങ്ക് യു സോ മച്ച് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. ആർക്കും ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം പ്രഭു ദയവായി ആർക്കെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി നല്ല ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആയിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ പ്രണാം പ്രഭു. ഓക്കെ പ്രഭു വേറെ ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം താങ്ക് യു Okay. പ്രഭു हरे എല്ലാ कृष्ण। സാറ്റർഡേയും Thank you, നമുക്ക് സത്സംഗം തരണം പ്രഭു താങ്ക് യു സോ മച്ച് പ്രഭു ഹരേ കൃഷ്ണ हरे कृष्ण। ओके माता जी, हरे कृष्ण। चलिए तो ഹരേ ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. हरे कृष्ण माता जी, हरे कृष्ण। हाँ, थैंक यू माता जी। ഇത് പെട്ടെന്ന് എൻ്റെ ഇംഗ്ലീഷ് ആയിരുന്നു, മലയാളം ഉണ്ടായിരുന്നില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. മാതാജി സ്ഥിരം നമ്മളെ ഇതേപോലെ സഹായിക്കാറുണ്ട് പ്രഭു ആ ഓക്കെ, ഹരേ കൃഷ്ണ മാതാ ജി. താങ്ക് യു ഹരപ്രിയ മാതാജി ഹരേ കൃഷ്ണ താങ്ക് യു ഹരേ പ്രഭു കൃഷ്ണ. ക്ലോസ് ഹരേ ചെയ്തോട്ടെ കൃഷ്ണ പ്രഭു മാതാ ജി, താങ്ക് യു സോ മച്ച്. യെസ് യെസ്, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രണാം പ്രണാം ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.